എം.ടി. വാസുദേവൻ നായർ പറഞ്ഞ കാര്യം വളരെ കാലിക പ്രാധാന്യമുള്ളതാണ്. ആരാധക വൃന്ദത്തെയും സ്തുതിപാഠകരെയും മുന്നിലല്ല നമ്മൾ നിൽക്കേണ്ടത്. യഥാർത്ഥത്തിൽ ജനങ്ങളോടൊപ്പം, ജനങ്ങളുടെ പ്രശ്നങ്ങളോടൊപ്പം, നാടിന്റെ പ്രശ്നങ്ങളോടൊപ്പം, നാടിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തോടൊപ്പം നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് നരേന്ദ്രമോദിയെ പറ്റിയും പിണറായി വിജയനെ പറ്റിയും പറഞ്ഞ കാര്യങ്ങളാണ്. അവരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. വാസ്തവത്തിൽ എം.ടി. ഉന്നം വെക്കുന്നത് ഈ രണ്ട് ഭരണാധികാരികളെ. അദ്ദേഹം പറഞ്ഞ കാര്യം എത്ര വാസ്തവമാണ്. ഇന്ന് സ്തുതിപാഠകരുടെയും അതോടൊപ്പം തന്നെ ആരാധകരുടെ പുഴത്തലിന്റെയും മുന്നിൽ നമ്മുടെ ഭരണാധികാരികൾ നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പുഴത്തിയാൽ അപ്പൊ തന്നെ വോട്ട് കിട്ടും. അപ്പൊ പിന്നെ എല്ലാവരും പൂഴ്ത്തിക്കിട്ടും. ഇതൊരിക്കലും കേരളത്തിൽ കാണാത്ത ഒരു പ്രതിഭാസമാണ്. അതിനകത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും രണ്ടുപേരും ഇത് കേൾക്കേണ്ടതാണ് എന്നാണ് എന്റെ EMS-നൊക്കെയാണ് അദ്ദേഹം ഉദാഹരിക്കുന്നത് ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത്. EMS വ്യത്യസ്തനായ ഒരു രീതിയിൽ പ്രവർത്തിച്ച നേതാവാണ്. അത് ഒരു മാതൃകയായി സ്വീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ വരുന്നില്ല എന്നത് വളരെ ഭംഗിയായി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എം.ടി. ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളത്തിന്റെ സ്വത്തായ അഭിമാനമായ എം.ടി. പിണറായി വിജയനെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴെങ്കിലും അദ്ദേഹത്തിന് അത് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുകയാണ്. പലപ്പോഴും ഈ സാംസ്കാരിക നായകർ ഇത്തരം പരാമർശങ്ങൾ നടത്താൻ വേണ്ടി ഒന്നും ഭയക്കുന്നതിനുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ പലപ്പോഴും നേരിട്ടുണ്ട്. എം.ടിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം അതിനെങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെ സാഹിത്യ നായകന്മാർ സംസാരിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പണ്ട് സംസാരിച്ചിരുന്നു, ഇപ്പൊ ഭയം കാരണം ആരും സംസാരിക്കുന്നില്ല. ഏതായാലും എം.ടി. തുറന്ന കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും വസ്തുതകൾ മനസ്സിലാക്കാൻ സഹായിക്കും എന്ന് ഞാൻ കരുതുകയാണ്.